എന്തുകൊണ്ടാണ് SNDPയുമായുള്ള സഹകരണ ആലോചന എന്ന പ്രഖ്യാപനത്തിൽ നിന്ന് NSS പിന്മാറിയതെന്ന ചോദ്യം രാഷ്ട്രീയമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഐക്യം ഒരു കെണി, അങ്ങനെ തോന്നി എന്ന പ്രതികരണമാണ് NSS നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിൽ വീഴേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ കെണിയായിരുന്നു NSSനെ ഒപ്പം ചേർക്കാനുള്ള SNDPയുടെ ഈ നീക്കം. പിന്മാറ്റത്തിനായി പക്ഷേ ആരും ഇടപെട്ടില്ല എന്ന് കൂടി NSS നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന VD സതീശന്റെ നിലപാട് തുടരുകയാണെങ്കിൽ ഇനി NSSന് പിന്തുണ തേടി എത്തരുത് എന്ന് കൂടി പറയുന്നു G. സുകുമാരൻ നായർ. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ആക്രമിക്കാതെ NSSന്റെ ഡയറക്ടർ ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള അനുനയ നീക്കമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയത്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ആ ചൂണ്ടയിൽ സുകുമാരൻ നായർ കൊത്തിയില്ല. വെള്ളാപ്പള്ളിയുടെ ഐക്യാഹ്വാനത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും ഐക്യത്തിന്റെ വാതിൽ അടഞ്ഞെന്നും NSSന്റെ മറുപടി. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഐക്യാഹ്വാനത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ ലഭിച്ചതിലും NSSന് സംശയങ്ങളുണ്ട്. വിചാരിച്ചിരുന്നുവെങ്കിൽ പത്മഭൂഷൺ പെരുന്നയിലേക്ക് നേരത്തെ എത്തിയേനെന്നും സുകുമാരൻ നായർ. ഞാൻ വിചാരിച്ചിരുന്ന ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേനെ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ ആരോപണം സുകുമാരൻ നായർ ഇന്നും തുടർന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ആളാണ് സതീശൻ. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സ്നേഹം ഭാവിയിൽ പാരയാകുമെന്നും സുകുമാരൻ നായരുടെ മുന്നറിയിപ്പ്. സമുദായ സംഘടന കാണാൻ പറ്റുന്നത് VD സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയി സെനറ്റിന് പോയില്ല. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടാണ് G. സുകുമാരൻ നായർ തന്റെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ രൂപപ്പെട്ട സമദൂരത്തിലെ ഇടത് മനസ്സ് ഇപ്പോഴും തുടരുന്നുവെന്ന് വ്യക്തം. ഇന്നല്ലെങ്കിൽ നാളെ ഐക്യമുണ്ടാകുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതീക്ഷ. എന്നാൽ ആ വാതിൽ സുകുമാരൻ നായർ ഇന്നേ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. പെരുന്നയിൽ നിന്ന് കണിച്ചുകുളങ്ങരയിലേക്കുള്ള ദൂരം അങ്ങനെ വലുതാവുകയാണ്. ഷിനോദ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. അതേസമയം പതിവിൽ നിന്ന് ഭിന്നമായൊരു നിലപാടാണ് SNDP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, വെള്ളാപ്പള്ളി നടേശനിൽ നിന്നുണ്ടാകുന്നത്. NSSുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല വെള്ളാപ്പള്ളി എന്നത് വളരെ പ്രധാനമാണ്. സാധാരണ രീതി അതല്ലാതെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മയപ്പെട്ട സമീപനം എന്ന കാര്യത്തിലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വേണം കൂടുതൽ വ്യക്തത ഉണ്ടാവാൻ. ഐക്യത്തിൽ നിന്ന് പൂർണ്ണമായി NSS പിന്മാറിയെങ്കിലും സുകുമാരൻ നായരെ വാനോളം പുകഴ്ത്തിയാണ് ഇന്ന് അദ്ദേഹം സംസാരിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ഐക്യം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും വെള്ളാപ്പള്ളി പങ്കുവച്ചു. തിങ്കളാഴ്ചയാണ് NSS പ്രഖ്യാപിക്കുന്നത് നായർ ഈഴവ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ചുരുങ്ങിയ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരണം നൽകിയത്. വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ മറുപടി. ഇന്നലെ മാധ്യമങ്ങൾ ഇന്നും പലതവണ അദ്ദേഹത്തിനോട് പ്രതികരണം ആരാഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി നൽകാൻ വേണ്ടി അദ്ദേഹം നിന്നു തന്നില്ല. പകരം SN ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ബോർഡിൻ്റെ വിശേഷാൽ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കുകയായിരുന്നു. സമുദായം ആ സമുദായത്തെ ഈ ഒരു തീരുമാനം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ പ്രിയമുള്ള സഹോദരന്മാരെ, NSS നേതൃത്വത്തെയോ സുകുമാരൻ നായരെയോ ഒരിക്കലും നിങ്ങളാരും തള്ളി പറയരുത് എന്നൊരു അപേക്ഷയില്ല. സാധാരണ നിലയിൽ വിമർശനങ്ങൾക്ക് നേരെ അതേ ഭാഷയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന പാരമ്പര്യമാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്. പക്ഷേ സുകുമാരൻ നായരോട് അദ്ദേഹം ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. മറിച്ച് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹകരണത്തിൻ്റെ വാതിൽ തുറന്നിടുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. കാരണം സുകുമാരൻ നായർ ആദ്യം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നീട് പറഞ്ഞത് NSS ഡയറക്ടർ ബോർഡിൻ്റെ അഭിപ്രായമാണ്. സുകുമാരൻ നായർ അദ്ദേഹം നിഷ്കളങ്കനും നിസ്വാർത്ഥനും മാന്യനുമാണ്. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി ചങ്ക് നൽകിക്കൊണ്ട്, പിൻബലം നൽകിക്കൊണ്ട് എന്നെ കരുത്തനാക്കി നിർത്തിയതാണ് ബഹുമാനപ്പെട്ട സുകുമാരൻ. മുസ്ലിം ലീഗിനെതിരെ അദ്ദേഹം നടത്തിയ, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയിൽ വലിയ രീതിയിലുള്ള ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ എല്ലാ രീതിയിലും പിന്തുണച്ച മഹത് വ്യക്തിയാണ് സുകുമാരൻ നായർ. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ സുകുമാരൻ നായരെയോ നായർ സമുദായത്തെയോ ആക്രമിക്കാനോ അവർക്കെതിരെ പറയാനോ ഒരു കാരണവശാലും താൻ മുതിരില്ല. ഇനി അങ്ങോട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. സുകുമാരൻ നായരുമായിട്ട് ചേർന്നുകൊണ്ട്
നായർ ഈഴവ ഐക്യം. ആ ഈഴവ ഐക്യമല്ല നമ്മുടെ രാജ്യത്തായെങ്കിലും ഹിന്ദുക്കളുടെ ഐക്യം കാലഘട്ടത്തിന് അനുവാദികളാണ്. അവര് മിസ്റ്റർ സുകുമാരൻ നായർ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ഷിനോ ജോസി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിനോജ്, വലിയൊരു നീക്കമായിരുന്നു, പക്ഷേ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. എങ്കിലും പ്രശംസിക്കുകയാണ് NSS നേതൃത്വത്തെ ജി സുകുമാരൻ നായരെ, SNDP. ഈ പ്രശംസ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു ചിന്തയ്ക്ക് NSSനെ വഴിവെക്കുമോ, അതോ പരിപൂർണമായി ഇപ്പോൾ SNDP പ്രതീക്ഷിക്കുന്ന പോലെ ഐക്യം എന്നത് അടഞ്ഞ അധ്യായമല്ല, അത് ഉടനെ നടക്കും, ഭാവിയിൽ നടന്നേക്കാം എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ പെരുന്നയുടെ പ്രതികരണം എങ്ങനെയാണ്? രതീഷ്, ഈ ഐക്യനീക്കം വളരെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോയതിൻ്റെ ഡാമേജ് വെള്ളാപ്പള്ളി നടേശന് അത്യാവശ്യമുണ്ട്. പക്ഷേ അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ പോലും വളരെ സംയമനത്തോടു കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പ്രതികരിച്ചതും. നേരത്തെ 2012 അവസാനമായി ഐക്യനീക്കം പൊളിയുന്ന സമയത്ത് പോലും സുകുമാരൻ നായർക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നും തന്നെ ഉണ്ടായില്ല. മാത്രമല്ല, ഈ ഐക്യ നീക്കം പൊളിക്കുന്നതിൻ്റെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പോലും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് സുകുമാരൻ നായരെ തയ്യാറായില്ല. പകരം NSSന്റെ ഡയറക്ടർ ബോർഡാണ് ഇത്തരത്തിൽ ഈ വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു ഐക്യ നീക്കത്തിൽ നിന്ന് NSSനെ പിന്നോട്ടടിപ്പിച്ചത് നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ എടുത്തത്. പക്ഷേ അത്തരത്തിലൊരു അനുനയ നീക്കം, അതായത് സുകുമാരൻ നായരെ പോലെ ഉന്നമിടാതെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അതൊരു തന്ത്രമാണെന്ന് തിരിച്ചറിയുകയാണ് ഇന്ന് NSS ചെയ്തത്. അത്തരത്തിലുള്ള തന്ത്രത്തിലൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ വീഴാൻ NSS ഒരുക്കമല്ല. മാത്രമല്ല, ഇത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചകൾക്ക് മുതിരേണ്ടത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. പക്ഷേ അവിടെ ചർച്ചകൾക്ക് ദൂതനായി അയക്കാമെന്ന് പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം NSS തിരിച്ചറിയുന്നു എന്നൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐക്യ നീക്കങ്ങളിൽ നിന്ന് NSS പിന്മാറിയതെന്നാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഐക്യ നീക്കങ്ങൾ അത് വന്നതിന് തൊട്ട് പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ അവാർഡ് കിട്ടുന്നത്. അതിനൊക്കെ തന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് BJP കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് അവരിൽ നിന്നൊരു അവാർഡ് സ്വീകരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഒരു ദൂതനായി തുഷാർ വെള്ളാപ്പള്ളി പെരുന്നയിലേക്ക് എത്തുന്ന സമയത്തൊക്കെ തന്നെ സ്വാഭാവികമായും NSSന് പരോക്ഷമായൊരു പിന്തുണ ഈ വിഷയത്തിൽ BJPക്ക് ഉണ്ട് എന്നൊരു തോന്നലൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അത് വച്ചുകൊടുക്കാൻ രാഷ്ട്രീയ വിശകലനം നൽകിയത്. ഒപ്പം ഈ ഐക്യ നീക്കം അത് പരിപൂർണമായി പാളിപ്പോയ സാഹചര്യമാണ്. NSS ഇനി അത്തരത്തിലൊരു പുനരാലോചന സമീപകാലത്ത് നടത്താനുള്ള സാഹചര്യമില്ല എന്നത് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുമുണ്ട്.